വിഷമിച്ചിരിക്കില്ലേ? എനിക്ക് പുറത്തേക്കൊന്നും ഇറങ്ങും. ആഗ്രഹമുണ്ട് ദാസ, എനിക്ക് പറ്റണില്ല പുറത്തിറങ്ങാനെന്നാണ്ട്. ഭയങ്കര പ്രശ്നം. ജനിച്ച ആരായാലും ഒരിക്കലും മരിക്കില്ല, അതൊക്കെ സ്വാഭാവികമല്ലേ. സാറിലിങ്ങനെ മുറിയിൽ അടച്ചിരിക്കല്ലേ, പുറത്തേക്ക് ഇറങ്ങാൻ. ഞങ്ങളൊക്കെ ഇല്ലടാ നിന്റെ കൂടെ. നീ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കില്ലേ? നീ പുറത്തേക്കൊക്കെ ഇറങ്ങ്. പറ്റണില്ല പീയൂഷേ, എനിക്കറിയാം നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ടെന്ന്. ആരാടാ അവിടെ നിങ്ങളെ കൊല്ലണത്? ഗെയിമിലാണ് ആൾക്കാരെ കൊല്ലണത്. അങ്ങോട്ട് വന്നൊരു കാര്യം പറയാ. മോനിപ്പോ കളിക്കാൻ കൂട്ടുകാരുണ്ട്, മൊബൈൽ ഫോണൊക്കെ ഉണ്ട്. കുറെ വർഷങ്ങൾ കഴിയുമ്പോ മോന് ഇതേ സാധനങ്ങളൊക്കെ ഉണ്ടാവും കൂടെ. ഈ മൊബൈൽ ഫോണുകളും ഉണ്ടാവും, കളിക്കാനായിട്ട് ഗെയിമുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അന്ന് അച്ഛനുണ്ടായിരുന്നു വരില്ല. അച്ഛൻ പോവും. എല്ലാവരും ഒരിക്കലും മരിച്ചു പോവില്ലേ ജനിച്ചു കഴിഞ്ഞാൽ, അതുപോലെ അച്ഛൻ ഇല്ലാണ്ടാവും. ആ സമയത്ത് മോൻ ആഗ്രഹിക്കും അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. അന്ന് മോൻ്റെ കയ്യിൽ ഈ മൊബൈൽ ഫോണും ഈ ഗെയിമുകളും മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇപ്പം അച്ഛൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുന്ന ആ സമയങ്ങളിൽ മോൻ അച്ഛൻ്റെ കൂടെയൊക്കെ ഇരിക്കണം. അച്ഛൻ ഞാൻ അവരുടെ കളിക്കട്ടെ. അച്ഛന് ഒരുപാട് ഇഷ്ടമായിരുന്നു ഞങ്ങളോട് വർത്താനം പറഞ്ഞിരിക്കാനും ഞങ്ങളുടെ കൂടെ കളിക്കാനും ചെറുതായിട്ട് തല്ലുകൂടാനൊക്കെ. പണ്ട് ഞങ്ങൾ സംസാരിച്ചിരിക്കുമ്പോൾ ഇന്നത്തെ മാതിരി ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. അന്നൊക്കെ നമ്മൾ പാടത്തും പറമ്പിലും കളിച്ച് നടക്കായിരുന്നു. ഇന്നൊക്കെ എല്ലാം മൊബൈലിലായിരുന്നു. അന്നാ കളികളിലായിരുന്നു ജീവൻ. ഇപ്പൊ അതൊക്കെ ഫോണിലേക്ക് മാറിയില്ലേ? ഇന്ന് മൊബൈലില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയും. അച്ഛനില്ലാതായപ്പോഴാണ് പണ്ട് അച്ഛൻ പറഞ്ഞു തന്ന വാക്കുകളുടെ അർത്ഥം എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ നമ്മൾ ആരും കാണുന്നില്ലേ, ആകെ കാണുന്നത് ഈ ഫോൺ മാത്രം. ഫോൺ നമുക്ക് ആവശ്യമാണ്, പക്ഷെ അത് മാത്രമായിട്ടുള്ളൊരവസ്ഥ നമ്മളെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നത് മാതിരിയാണ്. അച്ഛനത് പണ്ടേ മനസ്സിലാക്കിയിരുന്നു. നമ്മുടെ സാമീപ്യം ആഗ്രഹിക്കുന്നവരെ നമ്മുടെ അടുത്തുണ്ടാവും, പക്ഷെ നമ്മളവരെ കാണുന്നില്ല. നമ്മുടെ കൂടെ സംസാരിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളും മക്കളും ഭാര്യ വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും നമ്മൾ സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളൊന്നും ശ്രദ്ധിക്കില്ല. നമ്മളെപ്പോൾ നോക്കിയാലും മൊബൈലിലല്ലേ. കഴിഞ്ഞ ദിവസം മോൻ്റെ സ്കൂളിൽ PTA മീറ്റിങ്ങിന് പോയപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ പറഞ്ഞു, നിങ്ങളുടെ കുട്ടികൾക്ക് മൊബൈൽ മേടിച്ചു കൊടുത്താൽ ആ കുട്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. കണ്ണില്ലാണ്ടാവുമ്പോഴാണ് കണ്ണിൻ്റെ വില അറിയാന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരും ഇല്ലാതാവുമ്പോഴാണ് നമ്മൾ അവരുടെ വില മനസ്സിലാക്കണം. ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങും. ഇന്ന് വൈകിട്ട് നമ്മൾ വായനശാല അനുശോചന യോഗമുണ്ട്, അതിന് വായു ഞങ്ങളൊക്കെ അവിടെ ഉണ്ടാവും.